നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. എന്തായാലും നമ്മുടെ സംസ്ഥാനത്തെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ വന്നു. എല്ലാ മുന്നണികളും വലിയ ആത്മവിശ്വാസത്തിലുമാണ്. പക്ഷേ പലയിടത്തും ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിലാണ് ഇന്ന് സംസ്ഥാനത്ത് ഈ കോർപ്പറേഷനുകളിലെ മേയറും ഡെപ്യൂട്ടി മേയർ, മുനിസിപ്പാലിറ്റികളിലെ ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ തുടങ്ങിയ പദവികളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കാൻ പോവുകയാണ്. എന്തായാലും ഈ നേരത്തെ നമ്മൾ കണ്ടതുപോലെ കണ്ണൂർ, കൊച്ചി, തൃശൂർ, കൊല്ലം കോർപ്പറേഷനുകളിൽ ഇത്തവണ UDF മേയർ വരും എന്നുള്ളതാണ്. നേരത്തെ പല ഘട്ടങ്ങളിലും LDF അധികാരം കൈവച്ചിരുന്ന പല മേഖലകളിലും UDFിന് ഒരു തിരിച്ചുവരവ് നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടു. മറ്റൊന്ന് ഏറ്റവും ശ്രദ്ധേയമായിട്ട് നമുക്ക് പറയുന്ന ഒരു കാര്യം തലസ്ഥാന നഗരി തന്നെയാണ്. തിരുവനന്തപുരത്ത് ആദ്യമായി അധികാരം പിടിച്ച BJP ആണ് ഇത്തവണ മേയർ ആയിട്ട്, BJPയുടെ പ്രതിനിധിയാണ് മേയർ പദവിയിലേക്ക് എത്തുക. ഒപ്പം തന്നെ കോഴിക്കോട് എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിക്ക് അല്ലെങ്കിൽ മുന്നണിക്ക് കോഴിക്കോട് എന്ന കോർപ്പറേഷൻ മാത്രമാണ് അവിടെ പിടിച്ചു നിൽക്കാൻ സാധിച്ചത് എന്നതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഇന്നത്തെ വാർത്ത എന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. കാരണം ഈ 2025 പൂർത്തിയാക്കാൻ ഇനി കേവലം 5-6 ദിവസത്തിനകത്ത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴും അയ്യപ്പൻ്റെ സ്വർണം കട്ടവരെ പിടിക്കാൻ ഇനിയും നമ്മൾ എത്ര നാൾ കാത്തിരിക്കണം എന്നത് ഒരു ചോദ്യമാണ്. മറ്റൊന്ന് കായികമാണ്. തലസ്ഥാന നഗരിയിൽ തന്നെ വീണ്ടും ഒരു കായിക മാമാങ്കം ഒരുങ്ങുകയാണ്. ഇന്ത്യ ശ്രീലങ്ക 3ാം വനിതാ T20 മത്സരം ഇന്ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുകയാണ്. അങ്ങനെ ഇന്ന് നിരവധിയായിട്ടുള്ള വാർത്തകളുണ്ട്. ഇതാണ് ഇന്നത്തെ വാർത്തകളുടെ പ്രധാനപ്പെട്ട ഒരു സംക്ഷിപ്ത രൂപം. ഇത് നമുക്ക് വിശദമായി നോക്കേണ്ടതുണ്ട്. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. സംസ്ഥാനത്തെ 6 കോർപ്പറേഷനിലെയും 86 മുനിസിപ്പാലിറ്റിയിലെയും അധ്യക്ഷ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പ് ഇന്ന്. കൊച്ചി, തൃശൂർ, കണ്ണൂർ കോർപ്പറേഷനുകളിൽ വനിതകൾ മേയറാകും. മുനിസിപ്പാലിറ്റികളിൽ 45 അധ്യക്ഷ സ്ഥാനങ്ങൾ വനിതകൾക്ക്. 6 പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക്, 1 പട്ടികവർഗ വിഭാഗത്തിന്. ഭക്തിസാന്ദ്രം സന്നിധാനം. മണ്ഡലപൂജ നാളെ. തങ്കയങ്കി ഘോഷയാത്ര വൈകിട്ട് സന്നിധാനത്ത്. തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന വൈകിട്ട് 6:30. വെർച്വൽ ക്യൂ, സ്പോട്ട് ബുക്കിംഗ് എന്നിവയിൽ ഇന്നും നാളെയും നിയന്ത്രണം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ഹൈക്കോടതിയിൽ മറുപടി നൽകും. ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ KP ശങ്കരദാസും N വിജയകുമാറും ഇന്നും ചോദ്യം ചെയ്യലിന് ഹാജരായേക്കില്ല. മഹാരാഷ്ട്ര മാഫിയയുമായി ബന്ധമുള്ള സംഘം കേരളത്തിൽ നിന്നും പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയെന്ന പ്രവാസി വ്യവസായിയുടെ മൊഴിയിൽ വ്യക്തത തേടാൻ SIT. D മണി എന്ന ബാലമുരുകനെ വീണ്ടും ചോദ്യം ചെയ്യും. റെയിൽവേയുടെ പുതിയ ടിക്കറ്റ് നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. 215 കിലോമീറ്റർ വരെ ഓർഡിനറി ടിക്കറ്റിന് വില കൂടില്ല. 500 കിലോമീറ്റർ ദൂരമുള്ള നോൺ AC യാത്രയ്ക്ക് 10 രൂപ അധികം നൽകേണ്ടി വരും. മെയിൽ, എക്സ്പ്രസ് ട്രെയിനുകളിലെ നോൺ AC ക്ലാസുകളിൽ കിലോമീറ്ററിന് 2 പൈസ വർധന. സീസൺ ടിക്കറ്റ് നിരക്കിൽ മാറ്റമില്ല. വനിതാ T20 പരമ്പരയിൽ ഇന്ന് 3ാം അംഗം. ഇന്ത്യ ശ്രീലങ്ക മത്സരം വൈകിട്ട് 7 മണി മുതൽ തിരുവനന്തപുരം കാര്യവട്ടം സ്റ്റേഡിയത്തിൽ. ജയിച്ചാൽ പരമ്പര ഇന്ത്യക്ക്. വിശദമായ വാർത്തകൾ നോക്കാം. സംസ്ഥാനത്തെ 6 കോർപ്പറേഷനിലെയും 86 മുനിസിപ്പാലിറ്റിയിലെയും അധ്യക്ഷ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുകയാണ്. കൊച്ചി, തൃശൂർ, കണ്ണൂർ കോർപ്പറേഷനുകളിൽ വനിതകളാകും ഇത്തവണ മേയറാവുക. മുനിസിപ്പാലിറ്റികളിൽ 44 അധ്യക്ഷ സ്ഥാനങ്ങൾ വനിതകൾക്കും, 6 പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കും, 1 പട്ടികവർഗ വിഭാഗത്തിനുമാണ് സംവരണം ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചെയർപേഴ്സൺ, മേയർ തെരഞ്ഞെടുപ്പ് രാവിലെ 10:30-നും ഡെപ്യൂട്ടി ചെയർപേഴ്സൺ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് 2:30-നായിരിക്കും നടക്കുക. തിരുവനന്തപുരത്ത് നിന്ന് ആതിര രാധാകൃഷ്ണൻ, ഒപ്പം തന്നെ കൊച്ചിയിൽ നിന്ന് AT അശ്വതി, കോഴിക്കോട് നിന്ന് S വിനേഷ് കുമാർ എന്നിവരാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് ആതിര ചേരുകയാണ്. ആതിര, ഗുഡ് മോർണിംഗ്. എന്തായാലും വലിയ ഒരു പ്രതീക്ഷ BJP വെച്ച് പുലർത്തിയ തലസ്ഥാന നഗരി എന്തായാലും BJPയുടെ കൈപ്പിടിയിലായി കഴിഞ്ഞു. ഇപ്പോൾ ഇതാ കേവല ഭൂരിപക്ഷം, അതായത് 51 എന്നുള്ള മാന്ത്രിക സംഖ്യ അവർക്ക് എത്താനും കഴിഞ്ഞിട്ടുണ്ട്. എത്ര ആത്മവിശ്വാസത്തിലാണ് BJP? അത് മാത്രമല്ല എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കോർപ്പറേഷൻ കൂടിയാണല്ലോ തിരുവനന്തപുരം.
തീർച്ചയായും ലിജിൻ, ഗുഡ് മോർണിംഗ്. ഇന്നലെ വരെ നമുക്ക് ആരായിരുന്നു, ഇന്നലെ ഒരു ഏകദേശം ഉച്ച വരെ ആരാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPയുടെ സ്ഥാനാർത്ഥി എന്നത് ഒരു സസ്പെൻസായി തുടരുകയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് VV രാജേഷാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് BJPയുടെ മേയർ സ്ഥാനാർത്ഥി എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഏതായാലും VV രാജേഷ് മേയർ സ്ഥാനാർത്ഥിയാണ്. BJPയുടെ അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയറായിട്ട് ആശാനാഥാണ് മത്സരിക്കുന്നത്. ഇന്ന് രാവിലെ 10:30 ഈ മേയർ സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുക. ഉച്ചയ്ക്ക് 2:30 ശേഷമായിരിക്കും ഡെപ്യൂട്ടി മേയറുടെ തെരഞ്ഞെടുപ്പ് ഏതായാലും ഉണ്ടാകുക. BJP ഏതായാലും വലിയ ആത്മവിശ്വാസത്തിലാണ്. കാരണം 51 എന്നുള്ള ആ മാന്ത്രിക സംഖ്യ, ലിജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ മാന്ത്രിക സംഖ്യ BJPക്ക് ഏതായാലും നേടാൻ സാധിച്ചിട്ടുണ്ട്. 2 സ്വതന്ത്രരായിരുന്നു ഉണ്ടായിരുന്നത്, നിർണായകമാകുന്ന 2 സ്വതന്ത്രൻ. അതിൽ പാറ്റൂർ രാധാകൃഷ്ണൻ BJPക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതോടെ 51 എന്നുള്ള കേവല ഭൂരിപക്ഷം BJP മറികടന്നിരിക്കുകയാണ്. ഏതായാലും നിലവിൽ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് BJP കൗൺസിലർമാരും പ്രവർത്തകരും എല്ലാം തന്നെ ഉള്ളത്. ഇന്ന് ഏകദേശം രാവിലെ 10:00 ശേഷം മേയർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ BJP പാർട്ടി നേതൃത്വത്തിനൊക്കെ തന്നെ വലിയ ആത്മവിശ്വാസമാണ് ഉള്ളത്. അതേസമയം LDFും UDFും മത്സര രംഗത്തുണ്ട്. LDFിന്റെ RP ശിവജിയും അതുപോലെ തന്നെ UDFിന്റെ K ശബരിനാഥനും മേയർ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നുണ്ട്. നിലവിൽ ഏതായാലും ഒരു മത്സര ബുദ്ധിയോടുകൂടി തന്നെയാണ് തിരുവനന്തപുരത്ത് മേയർ ആര് എന്നത് സംബന്ധിച്ച് മേയർ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ അടുക്കുന്നത്. ഏതായാലും ഇന്ന് 10:30 ഈ മേയർ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുക. തീർച്ചയായിട്ടും എന്തായാലും വലിയ പ്രതീക്ഷയോടെ BJP നോക്കിക്കണ്ട അല്ലെങ്കിൽ കാത്തിരുന്ന ഒരു സ്ഥലം കൂടിയാണ് തലസ്ഥാന നഗരി. അതെന്തായാലും അവർക്ക് വലിയ ഭൂരിപക്ഷത്തിൽ അല്ലെങ്കിൽ വലിയ ഒരു മുന്നേറ്റം കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിലെ BJPയുടെ ആദ്യത്തെ മേയറായി VV രാജേഷാണ് വരിക എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്തായാലും മറുവശത്ത് UDFും അതോടൊപ്പം തന്നെ LDFും മേയർ സ്ഥാനത്തേക്ക് മത്സരം നടത്തുന്നുണ്ട്. അതിൽ KS ശബരിനാഥനും മറുവശത്ത് LDFിനെ സംബന്ധിച്ചിടത്തോളം RP ശിവജിയും അടക്കമുള്ളവരാണ് മത്സരിക്കുന്നത്. ഇനി UDFിൻ്റെ തന്നെ മേരി പുഷ്പമാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുക. ഏതായാലും മാതിരിയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി കൊച്ചിയിൽ നിന്നും AT അശ്വതി കൂടി ചേരുകയാണ്. അശ്വതി, ഗുഡ് മോർണിംഗ്. നമ്മൾ ആദ്യമേ തന്നെ കണ്ടൊരു കാര്യമാണ്, അതായത് ഈ കൊച്ചിയിൽ മത്സരം കഴിഞ്ഞു, ഫലം വന്നു, UDF മികച്ച വിജയം സ്വന്തമാക്കി. തുടക്കത്തിൽ ദീപ്തി മേരി വർഗീസ് എന്ന KPCC ജനറൽ സെക്രട്ടറിയുടെ പേരാണ് മേയർ സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടത്. പക്ഷെ അവിടെയും അതിനുള്ളിൽ ഉണ്ടായ ചില അസ്വാരസ്യങ്ങളൊക്കെ പുറത്തു വന്നു. ഏറ്റവും ഒടുവിൽ ഒരു ടേം വ്യവസ്ഥയിലൊക്കെ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ആ ഘട്ടത്തിൽ കൂടിയാണ് ഇന്ന് തെരഞ്ഞെടുപ്പ്. എന്താണ് നിലവിലത്തെ സാഹചര്യം, അവസ്ഥ? ലിജിൻ, വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ദീപ്തി മേരി വർഗീസിന്റെ ഭാഗത്ത് നിന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അത് പരസ്യമായിട്ട് അവർ പറയുകയും ചെയ്തു. പ്രത്യേകിച്ച് ഈ മേയർ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട അതിൽ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദീപ്തി മേരി വർഗീസ് പരസ്യമായി രംഗത്ത് വരികയും ഒക്കെ ചെയ്തു. പക്ഷേ നേതാക്കളുടെ ചർച്ചകളും മറ്റു കാര്യങ്ങളും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് നിലവിൽ 2 ടേമുകളായിട്ട് VK മിനിമോളാണ്, ആദ്യത്തെ 2.5 വർഷം VK മിനിമോളാണ് മേയർ ആവുക. അപ്പോൾ മിനിമോളാണ് ഇന്ന് മത്സരത്തിന് വരിക. മാത്രമല്ല വലിയ ഒരു തിരിച്ചുവരവാണ് കൊച്ചി നഗരസഭയിൽ UDFിന് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. അത്ര വലിയ തിളക്കമാർന്ന വിജയം ഉണ്ടായ ഈ സാഹചര്യത്തിലാണ് ഈ മേയർ സ്ഥാനത്തെ ചൊല്ലി ചെറിയ കല്ലുകടികൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. എന്തായാലും അതെല്ലാം പരിഹരിച്ചു എന്നതാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. നിലവിൽ VK മിനിമോളാണ് ഇന്ന് മേയർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ എത്തുന്നത്. അതുപോലെ തന്നെ ദീപക് ജോയിയാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി. അവസാന 2.5 വർഷമാണ് ഈ മേയർ സ്ഥാനത്തേക്ക് ഷൈനി മാത്യു ഉണ്ടാവുക. അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയർ സ്ഥാനവും പങ്കുവയ്ക്കുകയാണ്. അതിൽ KVP കൃഷ്ണകുമാറിനും അദ്ദേഹവും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് അവസാനത്തെ 2.5 വർഷം എത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ 76 സീറ്റിൽ 47 സീറ്റിലാണ് UDF വിജയിച്ച് കയറിയിട്ടുള്ളത്. അങ്ങനെയാണ് LDFിൽ നിന്ന് UDF കൊച്ചി കോർപ്പറേഷൻ തിരിച്ചു പിടിച്ചത്. കേവല ഭൂരിപക്ഷത്തിന് 39 സീറ്റ് മതി എന്നിരിക്കെയാണ് ഇത്ര വലിയ തിളക്കമാർന്ന ഭൂരിപക്ഷം നേടിയിരിക്കുന്നത്. LDFിന് 22ഉം BJPക്ക് 6 സീറ്റുകളുമാണ് കൊച്ചി നഗരസഭയിലുള്ളത്. അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ടത് തൃപ്പൂണിത്തുറ നഗരസഭയാണ്. തൃപ്പൂണിത്തുറ നഗരസഭയിലും BJP വലിയ രീതിയിലുള്ള ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് BJP വന്നു എന്നതാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ അവിടെ കേവല ഭൂരിപക്ഷത്തിലേക്ക്, ഭരണത്തിനായുള്ള കേവല ഭൂരിപക്ഷത്തിലേക്ക് സീറ്റുകളുടെ കുറവുണ്ട്. പക്ഷേ മേയർ അവിടെ ഇന്ന് മത്സര രംഗത്തെ എല്ലാവരും, അതായത് BJPയും അതുപോലെ തന്നെ UDFും LDFും എല്ലാം വ്യത്യസ്ത സ്ഥാനാർത്ഥികളെയാണ് നിർത്തുന്നത്. ആദ്യഘട്ടത്തിൽ LDFും UDF ഒരു ബാന്ധവും
ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ചില അഭ്യൂഹങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഇപ്പോൾ ഇല്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. 53 അംഗ നഗരസഭയാണ് തൃപ്പൂണിത്തുറയിലേത്. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ BJPക്ക് 21 സീറ്റുകളാണ് ഉള്ളത്. LDFന് 20ഉം UDFന് 12 സീറ്റുകളുമാണ് ഇവിടെ ഉള്ളത്. UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നഗരസഭ തന്നെയാണ് ഇവിടെ നിന്ന് കൈവിട്ടിട്ടുള്ളത്. കേവല ഭൂരിപക്ഷത്തിന് 27 സീറ്റുകൾ വേണം. പക്ഷേ അതിൽ ഒരു തീരുമാനം ആയിട്ടില്ല. BJPയെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്താൻ CPMഉം കോൺഗ്രസും സഹകരിക്കണമെന്ന ആവശ്യം ഉയർന്നെങ്കിലും അത് വേണ്ട, കാരണം ഇനി ഉടൻ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്, അതിൽ ദോഷം ചെയ്യും എന്നുള്ളൊരു തീരുമാനമാണ് നിലവിലുള്ളത്. എന്തായാലും പരസ്പരമുള്ള ചില ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ തന്നെ ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. BJPയുടെ PL ബാബുവിനെയാണ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്കും അതുപോലെ തന്നെ രാധിക വർമ്മയെ വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്കുമാണ് ഇന്ന് BJP മത്സരിപ്പിക്കുന്നത്. റിജി, ശരി, എന്തായാലും ഈ വലിയ ഭൂരിപക്ഷത്തിലായിരുന്നു കൊച്ചി കോർപ്പറേഷൻ UDF പിടിച്ചെടുത്തത്. പക്ഷെ അപ്പോൾ മേയറെ ചൊല്ലിയുള്ള പല വിവാദങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല KPCC ജനറൽ സെക്രട്ടറി കൂടിയായ ദീപ്തി മേരി വർഗീസിന് ആദ്യം സാധ്യതയൊക്കെ കൽപ്പിച്ചു. പക്ഷേ അവസാനം വന്നപ്പോൾ അതിൽ നിന്നും ഒരു വ്യത്യാസം വരുന്നത് നമ്മൾ കണ്ടതാണ്. എന്തായാലും VD സതീശനെതിരെ മാത്യു കുഴൽനാടൻ MLA അടക്കമുള്ളവർ ഒളിയമ്പ് എയ്തതും ഈ ഒരു കാലഘട്ടത്തിലാണ്. എന്തായാലും അതൊക്കെ തന്നെ ഒരു താൽക്കാലിക വെടിനിർത്തൽ എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. അക്കാര്യങ്ങളാണ് അശ്വതി വിശദീകരിച്ചത്. ഇനി കോഴിക്കോട് നിന്നും വിനേഷ് കൂടി ചേരുകയാണ്. വിനേഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും വലിയ പ്രതീക്ഷയോടെയാണ് UDF കണ്ണൂരും അതോടൊപ്പം തന്നെ കോഴിക്കോടും ആദ്യഘട്ടത്തിൽ നിന്ന് നോക്കിക്കണ്ടത്. പക്ഷേ കണ്ണൂർ നമ്മൾ കണ്ടതാണ്, സ്വാഭാവികമായും UDFിൻ്റെ ആ ഒരു കോർപ്പറേഷൻ അവർ അത് നിലനിർത്തി. മറുവശത്ത് കോഴിക്കോട് തുടക്കത്തിൽ LDF നന്നേ വിയർത്തതിന് ശേഷമാണ് ഒരു തിരിച്ചുവരവ് നടത്തിയത്. എടുത്തു പറയേണ്ടത്, കണ്ണൂർ കോർപ്പറേഷനിലായിരുന്നു കോൺഗ്രസ് ആദ്യം മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. കോഴിക്കോട് വളരെ ശ്രദ്ധേയമാണ്, കാരണം ഭരിക്കുന്ന മുന്നണിക്ക് ആകെ കൂടെ കിട്ടിയ ഒരേ ഒരു കോർപ്പറേഷൻ കോഴിക്കോടാണ്. എന്താണ് നിലവിലത്തെ അവിടെയുള്ള അവസ്ഥ? എപ്പോഴായിരിക്കും ഈ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുക? ലിജിൻ, 10:30 തന്നെ മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കും. നമുക്ക് ആദ്യം കണ്ണൂരിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കണ്ണൂരിൽ P ഇന്ദിര ആണ് മേയറാവുക. അതുപോലെ തന്നെ മുസ്ലിം ലീഗിലെ KP താഹിർ ഡെപ്യൂട്ടി മേയറാവും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. കാരണം അത് തീരുമാനിച്ച് കഴിഞ്ഞിരിക്കുന്നു. കാരണം അവിടെ കേവല ഭൂരിപക്ഷം ലഭിച്ചിട്ടുണ്ട്. 56 ഡിവിഷനുകളിൽ 36 ഡിവിഷനുകളിലും UDF തന്നെയാണ്. അതുകൊണ്ട് അവിടെ ഒരു അവിടെ തെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യം വരുന്നില്ല. സ്വാഭാവികമായും കേവല ഭൂരിപക്ഷം ഉള്ളത് കൊണ്ട് തന്നെ UDFന് അവിടെ ഭരിക്കാൻ കഴിയും. കഴിഞ്ഞ തവണയും നഷ്ടപ്പെട്ടതാണ്, ഇത്തവണ തിരിച്ചു പിടിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു LDF. പക്ഷേ മൊത്തത്തിൽ കേരളത്തിൽ ഒന്നാകെ ഉണ്ടായ UDF തരംഗത്തിൽ ശരിക്കും കണ്ണൂരും വീണു പോവുകയായിരുന്നു. കണ്ണൂരിൽ UDF കൂടുതൽ നില മെച്ചപ്പെടുത്തി എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം. കോഴിക്കോട് എത്തുമ്പോൾ കോഴിക്കോടാണ് കേവല ഭൂരിപക്ഷം ആർക്കുമില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടത്. കോഴിക്കോട് CPMന് വലിയ, അല്ലെങ്കിൽ LDFന് വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലം കൂടിയാണ് കോഴിക്കോട് കോർപ്പറേഷൻ പരിധി. പക്ഷേ ഇവിടെ 76 ഡിവിഷനുകളിൽ 35 മാത്രമാണ് LDFന് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 28 UDFും 13 BJPയുമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കും. 10:30 ഇതിൻ്റെ തെരഞ്ഞെടുപ്പ് നടപടികൾ ഉണ്ടാവുക. ഇവിടെ LDFിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായി O സദാശിവനാണ് മത്സരിക്കുന്നത്. CPMൻ്റെ ഏരിയ കമ്മിറ്റി അംഗം ഉൾപ്പെടെയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ തവണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്ന S ജയശ്രീയാണ് ഇവിടെ LDFിൻ്റെ ഡെപ്യൂട്ടി മേയറായി മത്സരിക്കുന്നത്. ഒപ്പം തന്നെ UDFിൽ നിന്ന് SK അബൂബക്കറാണ് മത്സരിക്കുന്നത്, മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. ഫാത്തിമ തഹ്ലിയ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് UDFിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്. കേവലം 13 സീറ്റുകളിൽ മാത്രം ജയിക്കാൻ കഴിഞ്ഞ BJP സ്ഥാനാർത്ഥികൾ ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. BJP മത്സരിക്കാൻ സാധ്യതയില്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ കേവല ഭൂരിപക്ഷം കോഴിക്കോട് ലഭിക്കണമെങ്കിൽ 39 സ്ഥലത്തെങ്കിലും ജയിക്കാൻ. പക്ഷേ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകാൻ LDFിന് കഴിഞ്ഞിട്ടുണ്ട് 35 സീറ്റിൽ. എങ്കിൽ പോലും ഈ 28 ഇടത്ത് UDF ജയിച്ച ഒരു സാഹചര്യത്തിൽ BJPയിൽ നിന്നുള്ള വോട്ടുകൾ ലഭിച്ചാൽ UDFിന് ഭരിക്കാൻ കഴിയും. പക്ഷേ BJP വോട്ടിൽ തങ്ങൾ ഭരിക്കില്ല എന്ന് UDF ഇതിനകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. BJP എന്തായാലും UDFിനെ പിന്തുണയ്ക്കാനില്ല എന്നും വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ കോഴിക്കോട് എന്തായാലും വീണ്ടും LDF ഭരിക്കും എന്നുള്ള കാര്യത്തിൽ ഒട്ടും നമ്മൾ സംശയിക്കേണ്ടതില്ല. പിന്നെ മറ്റേതെങ്കിലും തരത്തിൽ വോട്ട് അസാധുവായി പോവുകയോ ഉണ്ടാവുമോ എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അതെല്ലാം വളരെ കൃത്യമായി തന്നെ
രാഷ്ട്രീയ പാർട്ടികൾ കൃത്യമായി തന്നെ അതിൻ്റെ നിർദ്ദേശം ഈ പ്രതിനിധികൾക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയൊന്നും എന്തായാലും കാണുന്നില്ല. എന്തായാലും നമുക്കറിയാം കോഴിക്കോട് വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കേണ്ടതായിരുന്നു. മേയർ സ്ഥാനാർത്ഥിയായ CP മുസാഫിർ മീഞ്ചന്ത ഡിവിഷൻ, അതായത് CPM-ന് വലിയ സ്വാധീനമുള്ള, CPM-ന്റെ കോട്ട എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് പരാജയപ്പെടുന്നത്. അതായത് അത്രത്തോളം അറിയപ്പെടാത്ത SK അബൂബക്കർ എന്ന UDF-ന്റെ സ്ഥാനാർത്ഥിയാണ് CP മുസാഫിറിനെ പരാജയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ SK അബൂബക്കർ തന്നെയായിരിക്കും UDF-ന്റെ മേയർ സ്ഥാനാർത്ഥി. ഈ ഒരു സാഹചര്യത്തിലാണ് നമുക്കറിയാം O സദാശിവന് ലഭിക്കുന്നത്. കാരണം O സദാശിവനൊന്നും ചിത്രത്തിൽ തന്നെ ഇല്ലാത്ത ഒരു നേതാവായിരുന്നു. എങ്കിൽ പോലും ഈ മുസാഫിറിന്റെ പതനത്തോടുകൂടി പിന്നീടുള്ള സീനിയോറിറ്റി പരിഗണിച്ചാണ്, 2 തവണ കൗൺസിൽ അംഗമായ ആൾ എന്നുള്ളത് പരിചയസമ്പന്നത കൂടി പരിഗണിച്ചാണ് O സദാശിവം മേയറാവുന്നത്. എന്തായാലും ജയശ്രീം അതുപോലെ തന്നെ ആർട്സ് കോളേജിൽ പ്രിൻസിപ്പളായിരുന്നു. കഴിഞ്ഞ തവണയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരുന്നു. മികച്ച പ്രവർത്തനം തന്നെ ഈ കാഴ്ചവെക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നഗരത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഴക് എന്ന പദ്ധതി ആരംഭിക്കുകയും ഹരിതകർമ്മസേനയ്ക്ക് അതിന് കൃത്യമായി തന്നെ ഈ മാലിന്യങ്ങൾ സംഭരിക്കുന്നതിനും മറ്റുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും എല്ലാം ചെയ്ത അവരാണ്. ആ പദ്ധതി വളരെ വിജയകരമായിരുന്നു. അതുകൊണ്ട് തന്നെ ജയശ്രീ ഡെപ്യൂട്ടി മേയർ ആവുന്നതും വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്. എന്നാലും കോഴിക്കോടും കണ്ണൂരും സമാനമായ രീതിയിൽ ഒരു മത്സരത്തിൻ്റെ ചൂടിലാണ്. കാരണം കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം എക്കാലവും LDF-ന് വലിയ കുത്തകയായിരുന്നു. പക്ഷേ ഇത്തവണ വിയർത്ത് വിജയിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ആ രീതിയിലായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ഘട്ടത്തിൽ നമ്മൾ കണ്ടത്. കണ്ണൂരിലാണെങ്കിൽ നേരത്തെ തന്നെ UDF-ന്റെ സ്ഥലമായിരുന്നു. 56-അംഗ കോർപ്പറേഷനിൽ 36 സീറ്റുകളാണ് അവിടെ UDF-ന് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. ഇനി മറ്റൊന്ന് കൊല്ലം ജില്ലയാണ്. കൊല്ലം കോർപ്പറേഷൻ രൂപീകൃതമായതിനു ശേഷം ഒരിക്കൽ പോലും അവിടെ LDF-ന് ഒരു കോട്ടമുണ്ടായിട്ടില്ല. പക്ഷേ അവിടെയാണ് ഇത്തവണ UDF മികച്ച വിജയം സ്വന്തമാക്കിയത്. എന്തായാലും അവിടെ UDF-നുള്ളിലും ചില തർക്കങ്ങളൊക്കെയുണ്ട്. ആ തർക്കങ്ങൾക്കിടയിൽ കൊല്ലം കോർപ്പറേഷനിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് കോൺഗ്രസ് ഇന്ന് മത്സരിക്കുകയാണ്. RSPയുടെയും ലീഗിന്റെയും ആവശ്യങ്ങൾ പരിഗണിക്കാതെയുള്ള UDF നീക്കത്തിൽ പ്രതിഷേധം ശക്തമാകാനാണ് സാധ്യത. INTUC നേതാവും AK ഹഫീസിനെ മേയറായും കോൺഗ്രസ് നേതാവ് ഉദയ സുകുമാറിനെ ഡെപ്യൂട്ടി മേയറായും പ്രഖ്യാപിച്ചുകൊണ്ടാണ് മത്സരം നടക്കുക. കൊല്ലം കോർപ്പറേഷനിലെ 25 വർഷത്തെ LDF ഭരണത്തിന് ശേഷം ചരിത്ര വിജയം നേടി UDF അധികാരത്തിലെത്തുമ്പോഴും ഘടകകക്ഷികളെ തൃപ്തിപ്പെടുത്താനാകാത്തത് മുന്നണിക്കുള്ളിൽ തന്നെ വലിയ തലവേദനയാവുകയാണ്. ഇനി തൃശ്ശൂർ കോർപ്പറേഷന്റെ കാര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഇന്ന്. തർക്കങ്ങൾക്കൊടുവിൽ ഡോക്ടർ നിജി ജസ്റ്റിനെ മേയറായും A പ്രസാദിനെ ഡെപ്യൂട്ടി മേയറായും കഴിഞ്ഞ ദിവസമായിരുന്നു DCC അധ്യക്ഷൻ പ്രഖ്യാപിച്ചത്. 33 അംഗങ്ങളുള്ള കോൺഗ്രസിന് 56 അംഗ കോർപ്പറേഷനിൽ ലഭിച്ചത് വലിയ ഭൂരിപക്ഷമായിരുന്നു. പക്ഷേ അപ്പോഴും ഒരു ചെറിയ അവ്യക്തതകൾ അവർക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും മേയർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് പ്രതിപക്ഷമായ LDF-ന്റെയും NDAയുടെയും തീരുമാനം. ഹരീഷ് നാരായൺ കൂടി ചേരുകയാണ്. ഹരീഷ്, ഗുഡ് മോർണിംഗ്. ഏതായാലും കഴിഞ്ഞ ദിവസം വരെ വലിയ ഒരു തർക്കമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം DCC അധ്യക്ഷൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു തർക്കവുമില്ല, എല്ലാം ഇവിടെ ഓക്കെയാണ്. പക്ഷേ അതിന് തൊട്ട് മുൻപ് വരെ KCയുടെ ഒരു ഇടപെടൽ, KC വേണുഗോപാലിൻ്റെ ഇടപെടലൊക്കെ ഉണ്ട് എന്നുള്ള ആക്ഷേപം ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇതാ മത്സരത്തിലേക്ക് എത്തുകയാണ്. എന്താണ് വിവരം? ലിജിൻ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും തൃശ്ശൂർ കോർപ്പറേഷനെ സംബന്ധിച്ച വളരെ നിർണായകമായ ഒരു മത്സരം തന്നെയാണ്. കാരണം ഒരു പതിറ്റാണ്ടിന് ശേഷം കോൺഗ്രസ് ഈ ഒരു കോർപ്പറേഷൻ തിരിച്ചു പിടിച്ചപ്പോൾ വലിയ പ്രതീക്ഷയാണ് എല്ലാവരും അർപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം തന്നെ നല്ല നേതാക്കളെ മുൻനിരയിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു ആദ്യം മുതലേ കോൺഗ്രസിനുണ്ടായിരുന്നത്. അതിനിടയ്ക്കാണ് ഇത്തരത്തിലുള്ള ചില അസ്വാരസ്യങ്ങൾ, ചില തർക്കങ്ങൾ, ചില ആശങ്കകളൊക്കെ തന്നെ ഉടലെടുത്തത് എന്നുള്ളതാണ് തൃശ്ശൂരിനെ സംബന്ധിച്ച് പറയാനുള്ളത്. പക്ഷേ ഈ ആശങ്കകളൊന്നും ഇപ്പോഴും പൂർണ്ണമായും തീർന്നിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം DCC പ്രസിഡന്റ് മേയറെയും അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയറെയും പ്രഖ്യാപിച്ചതാണ്. നിജി ജസ്റ്റിൻ മേയറും അതുപോലെ തന്നെ A പ്രസാദ് ഡെപ്യൂട്ടി മേയറും ആയിരിക്കും. അത് പാർലമെന്ററി പാർട്ടി തീരുമാനത്തോട് അനുബന്ധിച്ചാണ് അത്തരത്തിലൊരു തീരുമാനം എത്തിയതെന്നും ആ ഒരു തീരുമാനം അത് നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്നും കഴിഞ്ഞ ദിവസം ജോസഫ് ടാജറ്റ് DCC പ്രസിഡന്റ് പറഞ്ഞതാണ്. എന്നിരുന്നാൽ പോലും ഇപ്പോഴും ചില തർക്കങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ലാലി ജെയിംസ് ഇപ്പോഴും ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. മുൻ കൗൺസിലറായിരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ഒരു മേയർ സ്ഥാനത്തേക്കുള്ള ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട പേരാണ് ലാലി ജെയിംസിൻ്റെത്. അതിനുശേഷമാണ് നിജി ജസ്റ്റിൻ അടക്കമുള്ള ആളുകൾ ഈ ഒരു മുൻനിരയിലേക്ക്, ഈ ഒരു മേയർ സ്ഥാനത്തേക്കുള്ള അല്ലെങ്കിൽ മുൻനിരയിലേക്ക് ആ ഒരു പേരുകൾ ഉയർന്നു വന്നത്. അതിനു മുൻപ് ലാലി ജെയിംസിന്റെ പേരായിരുന്നു ഉയർന്നു കേട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേയർ സ്ഥാനം ലഭിക്കാത്തതിന് വലിയ രീതിയിലുള്ള അതൃപ്തി കഴിഞ്ഞ ദിവസം ലാലി ജെയിംസ് പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോഴും ലാലി ജെയിംസ് വിപ്പ് കൈപ്പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.
കഴിഞ്ഞ ദിവസം തന്നെ മറ്റ് കൗൺസിലർമാരെല്ലാം തന്നെ എത്തി വിപ്പ് കൈപ്പറ്റിയിരുന്നു. പക്ഷേ ലാലി ജെയിംസ് ഇതുവരെയും വിപ്പ് കൈപ്പറ്റിയിട്ടില്ല. മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ ഈ ലാലി ജെയിംസിനെ സമന്വയിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ്. പക്ഷേ ഇതുവരെയും അവർ സമരസപ്പെടാനോ അല്ലെങ്കിൽ അത്തരത്തിൽ ഈ ഒരു വിപ്പ് കൈപ്പറ്റാനോ ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കോൺഗ്രസിനുള്ളിൽ തന്നെ അത്തരത്തിലുള്ള ഒരു വിഭാഗീയത അല്ലെങ്കിൽ ചില തർക്കങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് തൃശ്ശൂരിൽ പ്രധാനമായും കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് വലിയ രീതിയിലുള്ള അതിന് ഇടയിൽ ഒരു പ്രതിഷേധത്തിനൊക്കെ സാധ്യതയുണ്ട് എന്നത് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് തൃശ്ശൂരിൽ ജയിച്ചു കയറിയത്. 56 സീറ്റിൽ 33 കോൺഗ്രസിന് ലഭിച്ചത്. LDF നോക്കുകയാണെങ്കിൽ 13, NDA 8 എന്നുള്ള നിലയിലാണ് ഇവിടെ സീറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ കോർപ്പറേഷൻ ഭരണം കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല നേതാക്കളെ അല്ലെങ്കിൽ വളരെ പരിചയസമ്പന്നരായ നേതാക്കളെ മുൻനിരയിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ദൗത്യമായിരുന്നു. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്ന ആരോപണം നിജി ജസ്റ്റിന് പരിചയ സമ്പത്തില്ല അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് മുൻപരിചയം കുറവുള്ള ഒരു വ്യക്തിയാണ് നിജി ജസ്റ്റിൻ. അങ്ങനെയുള്ള ഒരാളെ എങ്ങനെയാണ് മേയർ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് മേയറാക്കാൻ സാധിക്കുക എന്നുള്ളൊരു ചോദ്യമാണ് ഒരു വിഭാഗം കോൺഗ്രസിലെ ഒരു വിഭാഗം പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇതാണ് ഇപ്പോൾ ഒരു തർക്കത്തിനിടയാക്കിയത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ DCC പ്രസിഡന്റ് അടക്കം പറഞ്ഞിരുന്നു അങ്ങനെ ഒരു തർക്കമൊന്നും നിലനിൽക്കുന്നില്ല. എല്ലാം പറഞ്ഞ് എല്ലാവരെയും സമന്വയിപ്പിച്ചുകൊണ്ട് തന്നെ ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോകും. എല്ലാവരും അംഗീകരിച്ചിട്ട് തന്നെയാണ് നിജി ജസ്റ്റിന്റെ പേര് പറഞ്ഞത് എന്നുള്ള കാര്യം പറഞ്ഞത്. പക്ഷെ അതല്ല എന്നുള്ളതാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ലാലി ജെയിംസ് ഇന്ന് പ്രതികരിച്ചേക്കും. അങ്ങനെയെങ്കിൽ ഈ മേയർ ആവാൻ സാധിക്കാത്തതിലുള്ള അമർഷം അല്ലെങ്കിൽ അതിൻ്റെ അതൃപ്തിയൊക്കെ പ്രകടിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം ലാലി ജെയിംസുമായി ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ അവർ പ്രതികരിക്കാൻ തയ്യാറായില്ല. പക്ഷേ വലിയ സങ്കടമുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. മാത്രമല്ല ഈ മേയർ ആവാൻ സാധിക്കാത്തതിൽ വലിയ അതൃപ്തിയും പ്രകടിപ്പിച്ചിട്ടുണ്ട്. കാരണം അവസാന നിമിഷം വരെ ലാലി ജെയിംസിന്റെ പേര് ഉയർന്നു കേട്ടിരുന്നു. പിന്നീട് ഇന്നലെയാണ് ഇത്തരത്തിൽ ഈ ഒരു നിജി ജസ്റ്റിനായിരിക്കും എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അത് വലിയ പിന്തുണ, അതായത് ദേശീയ നേതാക്കളുടെയൊക്കെ വലിയ പിന്തുണ നിജിക്ക് ഉണ്ട്. അല്ലെങ്കിൽ ദേശീയ നേതാക്കളുമായുള്ള ഒരു ബന്ധമൊക്കെ ഇതിന് സഹായിച്ചു എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ ഡോക്ടറാണ്, അതുപോലെ തന്നെ DCC വൈസ് പ്രസിഡന്റ് അത്തരത്തിലുള്ള സ്ഥാനമൊക്കെ നിർവഹിച്ചതാണ്. ഇതൊക്കെ ആയാൽ പോലും ഈ രാഷ്ട്രീയ രംഗത്ത് അല്ലെങ്കിൽ മേയർ ആവാൻ വേണ്ട മുൻപരിചയം നിജിക്കില്ല എന്നുള്ളൊരു കാര്യമാണ് ഒരു വിഭാഗം ഉന്നയിക്കുന്നത്. ഇതാണ് ഇപ്പോൾ കോൺഗ്രസിനെ ശരിക്കും പ്രതിസന്ധിയിലാക്കുന്നത്, പ്രത്യേകിച്ചും തൃശ്ശൂരിൽ സംബന്ധിച്ച എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഇന്ന് തിരഞ്ഞെടുപ്പ് നടക്കും. അതുപോലെ തന്നെ LDF ആണെങ്കിലും NDA ആണെങ്കിലും സ്ഥാനാർത്ഥികളെ ഇന്ന് തന്നെ പ്രഖ്യാപിച്ച കോർപ്പറേഷൻ മീറ്റിംഗിന് ശേഷം സ്ഥാനാർത്ഥികളെ ഇന്ന് തന്നെ പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പിന് നിയോഗിക്കാനുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയാണ് കോൺഗ്രസിന് തൃശ്ശൂരിൽ ഉള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷെ അതിനിടയ്ക്കാണ് ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ, ചില തർക്കങ്ങൾ, ചില ആശയക്കുഴപ്പങ്ങൾ ഒക്കെ തൃശ്ശൂരിൽ ഉടലെടുക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് 10:30 തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. കൗൺസിലർമാരും മറ്റ് നേതാക്കളും എല്ലാം തന്നെ ആ ഒരു കൃത്യമായ സമയത്ത് തന്നെ കോർപ്പറേഷനിലെത്തും. ഈ ഒരു സമന്വയിപ്പിച്ച മുനിസിപ്പാലിറ്റികളിലെ അധ്യക്ഷ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുകയാണ്. രാവിലെ 10:30 ഈ മേയർ അതോടൊപ്പം തന്നെ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പുകൾ നടക്കുക. ഉച്ചയ്ക്ക് ശേഷം 2:30 ഡെപ്യൂട്ടി മേയർ, വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പുകൾ നടക്കുക. മറ്റു വാർത്തകൾ നോക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഡി മണി എന്ന ബാലമുരുകനെ പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യും. അന്താരാഷ്ട്ര മാഫിയയുമായി ബന്ധമുള്ള സംഘം കേരളത്തിൽ നിന്നും പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തി എന്ന പ്രവാസി വ്യവസായിയുടെ മൊഴിയിൽ കൂടുതൽ വ്യക്തത തേടുകയാണ് ഈ ചോദ്യം ചെയ്യലിന്റെ ലക്ഷ്യം. അതിനിടെ ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ KP ശങ്കർദാസിനും N വിജയകുമാറിനും വീണ്ടും നോട്ടീസ് അയച്ചെങ്കിലും ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായേക്കില്ല. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ഹൈക്കോടതിയിൽ മറുപടി നൽകുകയും ചെയ്യും. വിശദാംശങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ്. അതിര, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഈ ഡി മണി എന്ന ഈ പറഞ്ഞതുപോലെ വളരെ നിർണായകമായിട്ടുള്ള മൊഴി നൽകിയ ഒരു വ്യക്തിയുടെ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വരികയുണ്ടായി. പക്ഷേ ഇതുവരെയും അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും ലഭിക്കേണ്ടതുണ്ട്. മറ്റൊന്നാണ് ഈ പറഞ്ഞതുപോലെ ശങ്കർദാസ് അടക്കമുള്ളവർ ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടതാണ്, ഈ N വാസുവിനെയൊക്കെ അറസ്റ്റ് ചെയ്യുന്ന വേളയിൽ തന്നെ ഇവർക്കെതിരെ വലിയ ആക്ഷേപമുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായാൽ അറസ്റ്റ് ചെയ്യും എന്നുള്ള ഭയമാണോ ഇവരെ ഈ ചോദ്യം ചെയ്യലിന് പോകാതെ മാറി നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത്?
വിജിൻ, തീർച്ചയായും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും ഈ കണ്ണികളുടെ എണ്ണം കൂടുന്നതല്ലാതെ അതിനൊരു അന്ത്യമുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. കാരണം നിലവിൽ ഏതായാലും ഈ വ്യവസായിയുടെ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഡി മണി എന്ന് പറയുന്ന ഡയമണ്ട് മണി എന്നും ഇയാൾ അറിയപ്പെടുന്നുണ്ട്. ഈ ദിണ്ടുകൽ സ്വദേശിയായിട്ടുള്ള ബാലമുരുകനെ പോലീസ് ഏതായാലും ചോദ്യം ചെയ്യുമെന്നാണ് നിലവിൽ അറിയുന്നത്. പ്രത്യേക അന്വേഷണ സംഘം അതിനുള്ള നീക്കങ്ങളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഈ അന്താരാഷ്ട്ര മാഫിയയുടെ ഒരു മാഫിയുമായി ബന്ധപ്പെട്ടുള്ള ഈ ഇവിടെ നിന്നും പഞ്ചലോക വിഗ്രഹങ്ങൾ കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ ശബരിമലയിൽ നിന്നും പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയെന്ന ആരോപണമാണ് നിലവിൽ ഈ വ്യവസായി ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ ആ മൊഴിയിൽ ഒരു വ്യക്തത വരുത്തുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഈ ഡി മണിയുടെ അല്ലെങ്കിൽ ബാലമുരുകന്റെ ഒരു ചോദ്യം ചെയ്യലിലേക്കൊക്കെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം കടക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതുപോലെ തന്നെ സുധീഷ് കുമാറിനെയും ഒക്കെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. ഇന്ന് ദേവസ്വം ബോർഡിലെ ഈ KP ശങ്കർദാസിനെയും വിജയകുമാറിനെയും ഇന്ന് ചോദ്യം ചെയ്യും എന്നായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ചോദ്യം ചെയ്തത്. ഇവരുടെ മൊഴികളിൽ ഒരു വ്യക്തത വരുത്തുക എന്നുള്ളതാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒക്കെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡ് അംഗങ്ങളെ ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം നീങ്ങിയത്. പക്ഷേ നിലവിൽ ഏതായാലും ഈ ഇരുവരും ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള ഒരു സാധ്യതയില്ല എന്നുള്ളതാണ്. കാരണം ഈ ചോദ്യം ചെയ്യലിൽ ഈ മൊഴികളെ സാധൂകരിക്കുന്ന തരത്തിലാണ് ഈ ചോദ്യം ചെയ്യൽ നീങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ അറസ്റ്റിലേക്കൊക്കെ കടക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള ഒരു സാധ്യത നിലവിൽ ഏതായാലും ഇല്ല. അതേസമയം ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് CBI ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ സർക്കാരിന്റെ ഒരു മറുപടി ഏതായാലും കോടതി തേടിയിട്ടുണ്ട്. അതിനുള്ള മറുപടിയും ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം നൽകും. ഈ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് CBI നേരത്തെ തന്നെ അറിയിച്ചിരുന്നതായിട്ടുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നൊരു സാഹചര്യത്തിലാണ് നിലവിൽ ഏതായാലും കോടതി ഇന്ന് സർക്കാരിൽ നിന്നും ഇത്തരത്തിലൊരു മറുപടി തേടുന്നത്. ഏതായാലും അന്വേഷണ സംഘം അതിലും ഇന്ന് ഒരു മറുപടി നൽകാനുള്ള സാധ്യതയാണ് മുന്നിലുള്ളത്. ശരി, എന്തായാലും ഈ സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ KP ശങ്കർദാസും N വിജയകുമാറും ചോദ്യം ചെയ്യലിൽ നിന്ന് ഹാജരായേക്കില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മുൻകൂർ ജാമ്യം വരുന്നതുവരെ, അതിലൊരു വിധി വരുന്നതുവരെ കാത്തിരിക്കാമെന്നാണ് ഇരുവരും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ. ശബരിമലയിൽ മണ്ഡലപൂജയോടനുബന്ധിച്ച് തങ്ക അംഗ ഘോഷയാത്ര ഇന്ന് സന്നിധാനത്തെത്തും. മണ്ഡലപൂജയോടനുബന്ധിച്ച് ശബരിമല ദർശനത്തിന് വെർച്വൽ ക്യൂ, സ്പോട്ട് ബുക്കിംഗ് എന്നിവയിൽ നിയന്ത്രണം ഇന്നും നാളെയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്നും സുധീഷ് ചേരുകയാണ്. സുധീഷ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് വലിയ ജനത്തിരക്ക്. പ്രത്യേകിച്ച് നിരവധി ഭക്തരാണ് അയ്യപ്പ ദർശനം നടത്താനായി അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ സന്നിധാനത്ത് ഒരുക്കിയിരിക്കുന്നത്? തീർച്ചയായും തങ്കയങ്കി ഘോഷയാത്ര എത്തിച്ചേരുന്നതിനായിട്ടുള്ള അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ ശബരിമല സന്നിധാനത്തും അല്ലെങ്കിൽ പമ്പയിലുമൊക്കെ നിലയ്ക്കലുമൊക്കെ ഇത് പൂർത്തിയായി വരുന്നു. തങ്കയങ്കി ഘോഷയാത്ര ഇന്ന് എത്തിച്ചേർന്നതിന് ശേഷം തങ്കയങ്കി ചാർത്തിയുള്ള പ്രത്യേക പൂജകളും മറ്റുമൊക്കെയാണ് ഇന്ന് ശബരിമലയിൽ പ്രധാന വഴിപാടുകൾ അല്ലെങ്കിൽ അതൊരു പ്രസിദ്ധമായ ചടങ്ങ് തന്നെയാണ്. തങ്കയങ്കി ചാർത്തി അയ്യപ്പനെ കണ്ട് ആ ഒരു പുണ്യം പകരുന്നതിന് വേണ്ടിയാണ് ഭക്തർ ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഒപ്പം തന്നെ നിരവധി ഭക്തജന തിരക്ക് കണക്കിലെടുത്തുകൊണ്ട് തന്നെ നിരവധി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ നിയന്ത്രണങ്ങളുടെ ഭാഗമായി വെർച്വൽ ക്യൂ വഴി 30,000 പേർക്ക് മാത്രമാണ് ഇന്നേ ദിവസം സന്നിധാനത്ത് അയ്യനെ കണ്ട് തൊഴുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ സ്പോട്ട് ബുക്കിങ്ങിലൂടെയും അതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2,000 പേർക്ക് മാത്രമാണ് ഈ ശബരിമല സന്നിധാനത്ത് എത്തിത്തരുന്നതിന് ഇന്നേ ദിവസം നിയന്ത്രണം ഉള്ളത്. ഇന്ന് ഈ 11-ന് നിലയ്ക്കലും തുടർന്ന് ക്ഷേത്രത്തിൽ ഉച്ചയ്ക്ക് 11:30-നുമായിരിക്കും മണ്ഡല പൂജയ്ക്കായുള്ള തങ്കയങ്കി ഘോഷയാത്ര എത്തിച്ചേരുക. ഇതിന് മുന്നോടിയായി ഇന്ന് 9 മണിക്ക് ശേഷം നിലയ്ക്കലിൽ നിന്നും 10 മണിക്ക് ശേഷം പമ്പയിൽ നിന്നും ഭക്തരെ സന്നിധാനത്തേക്ക് വിടില്ല. ഘോഷയാത്ര ഈ തങ്കയങ്കി ഘോഷയാത്ര ശരംകുത്തിയിൽ എത്തിയ ശേഷമായിരിക്കും ഭക്തരെ പമ്പയിൽ നിന്നും കടത്തിവിടുക. അതുവരെ അവർക്കുള്ള ഒരു നിയന്ത്രണം നാളെയാണ്
ഇവിടെയാണ് പ്രസിദ്ധമായ മണ്ഡലപൂജ നടക്കുക. രാവിലെ 10-നും 11:30-ക്കും ഇടയിലാണ് തന്ത്രി കണ്ഠരര് മഹേഷും അവരുടെ കാർമ്മികത്വത്തിൽ പ്രധാന കാർമ്മികത്വത്തിൽ ഈ മണ്ഡലപൂജ നടക്കുക. പ്രസിദ്ധമായ ഈ ചടങ്ങ് ദർശിക്കുന്നതിന് വേണ്ടി നിരവധി ഭക്തജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും നിയന്ത്രണങ്ങളും മറ്റും കണക്കിലെടുത്ത് വളരെ ഭക്തരുടെ എണ്ണത്തിൽ കുറവ് വരുത്തിക്കൊണ്ടാണ് ഈ മണ്ഡലപൂജയ്ക്കായുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ സന്നിധാനത്ത് പൂർത്തിയായി വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അവധി ദിവസമായതുകൊണ്ട് തന്നെ നിരവധി ഭക്തരാണ്, 94,000-ന് മുകളിൽ ഭക്തർ കഴിഞ്ഞ ദിവസം ഈ മലയിലെത്തി അയ്യപ്പ ദർശനം കഴിഞ്ഞു മടങ്ങുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. ഇന്നും അത്തരത്തിൽ ഭക്തരുടെ എണ്ണം വർദ്ധിക്കുമെന്നുള്ള കണക്കൂട്ടൽ തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഈ മണ്ഡലപൂജയ്ക്കായുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ സന്നിധാനത്ത് പുരോഗമിക്കുന്നത്. ശരി, എന്തായാലും മണ്ഡലപൂജയോടനുബന്ധിച്ച് ഭക്തരുടെ തിരക്ക് ഏറുകയാണ്. മാത്രവുമല്ല നിരവധി ക്രമീകരണങ്ങളും സന്നിധാനത്ത് ഒരുക്കിയിട്ടുണ്ട്. സുധീഷായിരുന്നു വിവരങ്ങൾ നൽകിയത്. ശബരിമലയിൽ ചരിത്രത്തിലാദ്യമായി പാചക ചുമതല ഏറ്റെടുത്ത വനിതാ കരാറുകാരി കൊല്ലം തേവലക്കര ക്വാളിറ്റി കാറ്ററിംഗ് ഉടമ സുധാ പഴയമഠമാണ് 5000-ലധികം വരുന്ന ദേവസ്വം ജീവനക്കാരുടെ ഭക്ഷണത്തിന്റെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. സന്നിധാനത്ത് വിവിധ വിഭാഗങ്ങളിലായി താൽക്കാലിക ജീവനക്കാരടക്കം 5000-ലധികം ദേവസ്വം ജീവനക്കാരുണ്ട്. ഇവർക്കെല്ലാം 3 നേരവും ഭക്ഷണം വിളമ്പുന്നത് ദേവസ്വം മെസ്സിൽ നിന്നാണ്. ശബരിമലയിലെ മണ്ഡലമകരവിളക്ക് ഉത്സവ നാളുകളിൽ 70 ദിവസത്തോളം ഭക്ഷണ വിതരണം ചെയ്യണം. ചരിത്രത്തിൽ ആദ്യമായി ഈ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് ഒരു വനിതാ കാറ്ററിംഗ് കരാറുകാരി. നമ്മൾ 22 വർഷമായിട്ട് 2007 മുതൽ സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് നടത്തിയിരുന്ന ജീവ ഫെസ്റ്റിവൽ എന്നും പറഞ്ഞ് നമ്മൾ തുടർച്ചയായിട്ട് 5 വർഷം നമ്മൾ ഫുഡ് കൊടുത്തു. പിന്നെ നമ്മൾ കേരള സർക്കാരിൻ്റെ എന്ത് പരിപാടികളുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം നടത്തുന്നുണ്ട്. സർക്കാർ സംഘടിപ്പിച്ച വിവിധ പരിപാടികളിൽ കാറ്ററിംഗ് നടത്തിയ മുൻ പരിചയമുണ്ട് സുധാ പഴയമഠത്തിന്. എന്നാലും ശബരിമലയിലെ കാറ്ററിംഗ് കരാർ ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. തുടക്കത്തിൽ കരാർ ഉപേക്ഷിക്കാൻ വരെ ആലോചിച്ചിരുന്നു. അയ്യപ്പന്റെ അനുഗ്രഹവും ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പിന്തുണയുമാണ് കരാറുമായി മുന്നോട്ടു പോകുന്നതെന്ന് സുധാ പഴയമഠം പറഞ്ഞു. ഉൾക്കൊണ്ട് പോകാൻ വളരെ പ്രയാസമായിരുന്നു. കരാറ് ക്യാൻസൽ ചെയ്താൽ എന്താണെന്ന് വരെ നമ്മൾ ആലോചിച്ചു. കാരണം അത്രയ്ക്കും പല ഭാഗത്തുനിന്നായിട്ടുള്ള സമ്മർദ്ദം നമുക്ക് നേരിടേണ്ടി വന്നു. അപ്പോൾ പിന്നെ നമ്മുടെ ദേവസ്വം ബോർഡ് ജീവനക്കാരും എക്സിക്യൂട്ടീവ് ഓഫീസർ ഉൾപ്പെടുന്ന എല്ലാവരും നമ്മളെ സഹായിച്ചു. നിങ്ങൾ കരാറ് നിർത്തിയിട്ട് പോകരുത്, നല്ല രീതിയിലുള്ള ഭക്ഷണമാണ്, ഭക്ഷണത്തിന് നിങ്ങളുടെ കുഴപ്പമൊന്നുമില്ല, ക്വാണ്ടിറ്റിയിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ, നിങ്ങൾ ക്വാണ്ടിറ്റി കൂട്ടുക എന്ന് പറഞ്ഞ് പിന്നെ നമ്മളിതങ്ങ് ശരിയാക്കിയെടുത്തു. മകൻ സംഗീതും 70ഓളം ജീവനക്കാരും സുധാ പഴയമഠത്തിന് സഹായകമായി കൂടെയുണ്ട്. അമൃത ന്യൂസ്, സന്നിധാനം. CPI രൂപീകരണത്തിന്റെ 100ാം വാർഷികം ഇന്ന്. 1925 ഡിസംബർ 26-ന് ചേർന്ന കാൺപൂർ സമ്മേളനത്തിലായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പേര് സ്വീകരിച്ചത്. വിവിധ പരിപാടികളോടെയാണ് CPI 100ാം വാർഷികം ആഘോഷിക്കുന്നത്. CPI ആസ്ഥാനമായ അജോയ് ഭവനിൽ ജനറൽ സെക്രട്ടറി D രാജ പതാക ഉയർത്തും. 100ാം വാർഷികത്തോടനുബന്ധിച്ച് 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്കാണ് CPI രൂപം നൽകിയിട്ടുള്ളത്. റെയിൽവേയുടെ പുതിയ ടിക്കറ്റ് നിരക്ക് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. 215 കിലോമീറ്റർ വരെ ഓർഡിനറി ടിക്കറ്റിന് വില കൂടില്ല. 500 കിലോമീറ്റർ ദൂരമുള്ള നോൺ AC യാത്രയ്ക്ക് 10 രൂപ അധികം നൽകേണ്ടി വരും. മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളിലെ നോൺ AC ക്ലാസുകളിൽ കിലോമീറ്ററിന് 2 പൈസയുടെ വർധനയും ഉണ്ടാകും. അതേസമയം സീസൺ ടിക്കറ്റിന് നിരക്കിൽ മാറ്റമില്ല. AC കോച്ചുകളിലും മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളിലെ നോൺ AC വിഭാഗങ്ങളിലും യാത്രാനിരക്ക് വർദ്ധിച്ചു. കിലോമീറ്ററിന് 2 പൈസയാണ് കൂടിയത്. ഇതനുസരിച്ച് 500 കിലോമീറ്റർ നോൺ AC യാത്രയ്ക്ക് 10 രൂപ അധികമായി നൽകണം. 215 കിലോമീറ്റർ വരെ സാധാരണ ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് ഇത് ബാധകമല്ല. അതേസമയം സബർബൻ സീസൺ ടിക്കറ്റുകളുടെ നിരക്ക് വർദ്ധിപ്പിച്ചിട്ടില്ല. മുംബൈ ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെ സബർബൻ ട്രെയിനുകളിലും നിലവിലെ നിരക്കുകൾ തുടരും. പ്രതിമാസ സീസൺ ടിക്കറ്റുകളുടെ നിരക്കിലും വർധനയില്ല. സാധാരണ യാത്രക്കാരെയും കുറഞ്ഞ വരുമാനക്കാരെയും ഈ നിരക്ക് വർധന കാര്യമായി ബാധിക്കില്ലെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. നിരക്ക് വർധനയിലൂടെ ഏകദേശം 600 കോടി രൂപയുടെ അധിക വരുമാനമാണ് ലക്ഷ്യമിടുന്നത്.
2018 ശേഷം രാജ്യത്ത് റെയിൽവേ നിരക്ക് വർദ്ധിപ്പിച്ചിട്ടില്ലെന്നും നടത്തിപ്പ് ചെലവ് വർദ്ധിച്ചതിനാലാണ് ഇപ്പോൾ ചാർജ് കൂട്ടുന്നത് എന്നുമാണ് റെയിൽവേയുടെ വിശദീകരണം. നിലവിൽ ജീവനക്കാരുടെ ശമ്പള ഇനത്തിൽ മാത്രമുള്ള ചെലവ് 1,15,000 കോടി രൂപയായും പെൻഷൻ ചെലവ് 60,000 കോടി രൂപയായും വർദ്ധിച്ചിട്ടുണ്ടെന്ന് റെയിൽവേ പറയുന്നു. ഈ അധിക ബാധ്യതകളൊക്കെ മറികടക്കുന്നതിനായി ചരക്ക് നീക്കം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം യാത്രാ നിരക്കുകളിൽ ചെറിയ തോതിലുള്ള മാറ്റങ്ങൾ വരുത്തിയതെന്നും റെയിൽവേ അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത TV. മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരുടെ യോഗത്തിന് ഇന്ന് ഡൽഹിയിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഞായറാഴ്ച വരെയാണ് കോൺഫറൻസ് നടക്കുക. ഇത് 5ാം തവണയാണ് ചീഫ് സെക്രട്ടറിമാരുടെ കോൺഫറൻസ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്നത്. സ്ത്രീ, ശിശുക്ഷേമം, വിദ്യാഭ്യാസം, കായികം, നൈപുണ്യ വികസനം എന്നീ വിഷയങ്ങളിൽ ഊന്നിയാണ് പ്രധാനമായും ചർച്ചകൾ നടക്കുക. യോഗത്തിൽ പങ്കെടുക്കാൻ കേരള ചീഫ് സെക്രട്ടറി ജയതിലക് ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള കേരളത്തിന്റെ പ്രസന്റേഷൻ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. മൂന്നാറിൽ തണുപ്പ് വർദ്ധിച്ചതോടെ തേയിലത്തോട്ടം മേഖല പ്രതിസന്ധിയിൽ. താപനില -ഡിഗ്രിയിലെത്തിയതോടെ തേയിലച്ചെടികൾ വ്യാപകമായി കരിഞ്ഞുണങ്ങുകയാണ്. കനത്ത മഞ്ഞ് വീഴ്ചയ്ക്ക് ശേഷം ഉണ്ടാകുന്ന ശക്തമായ വെയിലും ചൂടുമാണ് തേയിലച്ചെടികൾ കരിഞ്ഞുണങ്ങാൻ കാരണം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും -ഡിഗ്രിയാണ് താപനില രേഖപ്പെടുത്തുന്നത്. തണുപ്പ് ശക്തമായതോടെ വിനോദസഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും മഞ്ഞുവീഴ്ച തോട്ടം മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. ഏക്കർ കണക്കിന് തേയിലച്ചെടികൾ മഞ്ഞുവീഴ്ചയിൽ നശിച്ചു. ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ 30 ഏക്കറും കണ്ണൻ ദേവൻ കമ്പനിയുടെ 100 ഹെക്ടറോളം തേയിലച്ചെടികളും കരിഞ്ഞുണങ്ങി. പുലർച്ചെയുണ്ടാകുന്ന ശക്തമായ മഞ്ഞുവീഴ്ചയും ഇതിനുശേഷം അതിശക്തമായ ചൂടും അനുഭവപ്പെടുന്നതാണ് തേയിലച്ചെടികൾ കരിഞ്ഞുണങ്ങാൻ പ്രധാന കാരണം. ഏകദേശം 121 ഏക്കറോളം സ്ഥലത്ത് മഞ്ഞ് വന്നടിഞ്ഞ് ഇതുപോലെ തേയില കരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏകദേശം 1500ഓളം തൊഴിലാളികൾക്ക് ഈ 3 മാസത്തേക്ക് വേല ചെയ്യേണ്ടിയിരുന്ന കുളുന്ത് ഞങ്ങൾക്ക് ഇതുമൂലം നഷ്ടമായിരിക്കുകയാണ്. ഏറ്റവും മികച്ച തേയിലക്കുളുന്ത് ലഭിക്കുന്ന പ്രദേശത്താണ് ചെടികൾ വ്യാപകമായി കരിഞ്ഞുണങ്ങിയത്. ഇവ വീണ്ടും വിളവെടുക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിക്കാൻ മാസങ്ങൾ വേണ്ടിവരും. 3 വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ മഞ്ഞുവീഴ്ച മൂന്നാറിലെ തേയിലകൃഷിയെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. വരും ദിവസങ്ങളിലും സമാനമായ അവസ്ഥ തുടർന്നാൽ തോട്ടം മേഖലയ്ക്ക് വലിയ നഷ്ടമുണ്ടാകും. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. മുഖ്യമന്ത്രിയുടെ AI നിർമ്മിത ചിത്രം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത കോൺഗ്രസ് നേതാവിനെതിരെ കേസ്. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം N സുബ്രഹ്മണ്യത്തിനെതിരെയാണ് കോഴിക്കോട് ചേവായൂർ പോലീസ് കേസെടുത്തത്. കലാപാഹ്വാനത്തിനാണ് കേസ്. പിണറായിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ അഗാധമായ ബന്ധമുണ്ടാകാൻ എന്തായിരിക്കും കാരണം എന്ന ക്യാപ്ഷനോടെയായിരുന്നു സുബ്രഹ്മണ്യൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവച്ചത്. ഇടുക്കി പാമ്പനാറിന് സമീപം ലാഡ്രം എസ്റ്റേറ്റിൽ നിന്നും കേഴയാടിനെ വേട്ടയാടിയ ആളെ വനംവകുപ്പ് അറസ്റ്റ് ചെയ്തു. പീരുമേട് അമ്പാടിയിൽ ബാലചന്ദ്രനാണ് പിടിയിലായത്. ഇയാളുടെ പക്കൽ നിന്നും 2 നാടൻ തോക്കുകളും 88 വെടിയുണ്ടകളും ഒരു കുന്തവും 10 കിലോയോളം കേഴയാടിന്റെ ഇറച്ചിയും പിടികൂടി. ലാഡ്രം ഭാഗത്ത് നിന്ന് പിടികൂടിയ കേഴയാടിനെ പീരുമേട്ടിലുള്ള വീട്ടിലെത്തിച്ച് ഇറച്ചിയാക്കുന്നതിനിടയിലാണ് എരുമേലി റേഞ്ചിലെ മുറിഞ്ഞപുഴ സെക്ഷനിൽ നിന്നുള്ള വനപാലകർ പിടികൂടിയത്. സ്വന്തമായി കേക്ക് നിർമ്മിച്ച് വിപണനം ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ക്യാൻസർ അതിജീവിതയായ തൃശൂർ മുല്ലശ്ശേരി സ്വദേശിനി ജീന ജോസഫ്. ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കടന്നുവന്ന ക്യാൻസർ രോഗത്തിന് മുന്നിൽ തളർന്ന് ജീവിതം അവസാനിച്ചു എന്നു കരുതപ്പെടുന്നവർക്ക് മുന്നിൽ അതിജീവനത്തിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ജീന. 30ാമത്തെ വയസ്സിലാണ് ജീനയുടെ മുഖത്തെ ചിരി മായുന്നത്. കോവിഡിന് ശേഷവും നീണ്ടുനിന്ന ചുമ ശ്വാസകോശ ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചതോടെ ജീവിതം വഴിമുട്ടി. തിരിച്ചറിഞ്ഞപ്പോഴേക്കും രോഗം അവസാന ഘട്ടത്തിലെത്തിയിരുന്നു. തോറ്റുകൊടുക്കാൻ പക്ഷേ ജീന ജോസഫ് തയ്യാറായിരുന്നില്ല. ജീവിതത്തോടും രോഗത്തോടും ഒരുപോലെ പൊരുതി. ഒടുവിൽ 5 വർഷം കൊണ്ട് രോഗം നിയന്ത്രണത്തിലാക്കി. രോഗം മൂർച്ഛിച്ചതോടെ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു. പിന്നീടാണ് കേക്ക് നിർമ്മാണത്തിലേക്ക് കടക്കുന്നത്. വീട്ടിൽ ചെറിയ രീതിയിൽ കേക്ക് നിർമ്മിച്ചുകൊണ്ടായിരുന്നു ജീനയുടെ തുടക്കം. ബന്ധുക്കളും സുഹൃത്തുക്കളും പരിചയക്കാരുമായിരുന്നു ആദ്യ വിപണി. പിന്നീട് അമല ആശുപത്രിയിലെ അധികൃതരുടെ സഹായത്തോടെ ക്രിസ്മസ് കാലത്ത് ആശുപത്രിയിൽ സ്റ്റാൾ ആരംഭിച്ചു. ക്രിസ്മസ് ആയതോടെ ജീനയുടെ പ്ലം കേക്കിന് ആവശ്യക്കാരേറെയാണ്. ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ്. ലങ് ക്യാൻസറാണ് എനിക്ക്. അപ്പോൾ എൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത് അമല ഹോസ്പിറ്റലിലാണ്. 5 കൊല്ലമായി ഞാനിവിടെ ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പോൾ എനിക്ക് ഇവിടെ 3 കൊല്ലമായിട്ട് ഞാനിവിടെ സെയിലിനെ അച്ഛന്മാരിവിടെ എനിക്ക് ഇവിടെ ഒരു സ്റ്റോൾ ഇട്ട് തരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത് ചെയ്യുന്നത് കീമോ ടാബ്ലറ്റാണ് കഴിക്കുന്നത്. അത് നമുക്കൊരു
മാസത്തെ അല്ലെങ്കിൽ ഒരു 14 ദിവസത്തെ മരുന്നിന് തന്നെ ഒരു 1,05,000-6,000 രൂപയുടെ അടുത്ത് ടാബ്ലറ്റിന് വരും. ഇപ്പോൾ ക്രിസ്മസ് സീസണിലാണ് ഞാൻ സെയിൽ ഇടുന്നത്. ഇവിടെ സ്റ്റോള് ഇടുന്നത് പ്ലം കേക്കും റിച്ച് പ്ലം കേക്കും പുഡിംഗ് കേക്കും ആണ് നമ്മളിവിടെ സെയിൽ ചെയ്യുന്നത്. ഡോക്ടർമാരുടെ സഹായത്തോടെ ജീവിതം തിരിച്ചുപിടിച്ച ജീനയ്ക്ക് കേക്ക് ബിസിനസ്സിലും പരിപൂർണ പിന്തുണയാണ് ഡോക്ടർമാർ നൽകുന്നത്. എന്ത് വന്നാലും എനിക്കൊരു കൂസലും ഇല്ല എന്നുള്ളൊരു ഒരു പ്രകൃതമാണ് അതിൻ്റെ ഒരു വിജയത്തിൻ്റെ ഒരു രഹസ്യം. ജീനയ്ക്ക് ഈ പറയുന്ന കേക്കിൻ്റെ ബിസിനസ് അല്ല കേട്ടോ, ഇതൊരു ചാരിറ്റി ആയിട്ട് ആളുകളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. ഇതിനു വേണ്ടി ചെയ്തു തരുന്നത്, അതായത് ഞങ്ങളുടെയൊക്കെ ഒരു സന്തോഷം ബാക്കിയുള്ളവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ്. സൊസൈറ്റിയുടെ ഒരു ചേഞ്ചിങ് കോൺസെപ്റ്റും കൂടിയാണ് ജീനയിൽ കൂടെ നമുക്ക് കാണാൻ സാധിക്കുക. മകളുടെ പേരായ സൈറ എന്നാണ് സംരംഭത്തിന് നൽകിയിരിക്കുന്നത്. ഓൺലൈനായും ഇപ്പോൾ വിൽപ്പന നടത്തുന്നുണ്ട്. ഭർത്താവ് ആൻഡോ വിദേശത്ത് ജോലി ചെയ്യുകയാണ്. മകൾ സൈറ UKG വിദ്യാർത്ഥിനിയാണ്. ഭർത്താവിന്റെ വരുമാനവും സഹോദരന്റെ സഹായവുമാണ് പ്രധാന ആശ്രയം. ഒപ്പം ജീനയുടെ സംരംഭത്തിൽ നിന്നുള്ള വരുമാനവും. അമൃത ന്യൂസ്, തൃശൂർ. കാഞ്ഞങ്ങാട് നഗരസഭയിലെ ആലാമി പള്ളി മുതൽ മടിയൻ കുലോം ക്ഷേത്രം വരെയുള്ള 7 കിലോമീറ്ററിൽ പൈതൃക ഇടനാഴി പദ്ധതി നടപ്പിലാക്കും. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ പൈതൃക ഇടനാഴി ആശയം അവതരിപ്പിച്ചിരുന്നു. കാഞ്ഞങ്ങാട്ടെ പ്രസിദ്ധവും പുരാതനവുമായ മടിയൻകുലോം ക്ഷേത്ര പരിസരത്ത് നിന്ന് തുടങ്ങി ആലാമി പള്ളി പുതിയ ബസ് സ്റ്റാൻഡ് വരെയുള്ള 7 കിലോമീറ്ററിൽ 15 മീറ്റർ വീതിയിലാണ് പൈതൃക ഇടനാഴി നിർമ്മിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പൈതൃക ഇടനാഴി കടന്നുപോകുന്ന കാരാട്ടുവയൽ പ്രദേശം മുതൽ അതിയാമ്പൂര് മടിയൻ വരെയുള്ള റോഡ് കടന്നുപോകുന്ന സ്ഥലങ്ങൾ ചന്ദ്രശേഖരൻ MLA നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സന്ദർശിച്ചു വിലയിരുത്തി. സാമൂഹ്യ പ്രവർത്തകൻ K. പ്രസേനൻ പദ്ധതി വിശദമാക്കിക്കൊണ്ട് ഉദ്യോഗസ്ഥ സംഘത്തെ അനുഗമിച്ചു. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ കാഞ്ഞങ്ങാട് പൈതൃക ഇടനാഴി സംബന്ധിച്ച് ആശയം അവതരിപ്പിച്ചിരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനികളായ വിദ്വാൻ P. കേളുനായർ, AC കണ്ണൻ നായർ, K. മാധവൻ, മഹാകവി P. കുഞ്ഞിരാമൻ നായർ, പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ, രസിക ശിരോമണി കോമൻ നായർ, വിദ്വാൻ KK നായർ എന്നീ പ്രഗത്ഭരുടെ കർമ്മഭൂമിയും വീടും സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തു കൂടിയാണ് പൈതൃക ഇടനാഴി രൂപം കൊള്ളുന്നത്. നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച് 7 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു സാംസ്കാരിക ഇടനാഴി എന്ന ആശയമാണ് മുന്നോട്ട് വെച്ചത്. ഈ ആശയം കേരളത്തിലെ ബഹുമാന്യ മുഖ്യമന്ത്രിയുടെ മുമ്പാകെ നവകേരള സദസ്സിന്റെ ഭാഗമായി നേരത്തെ സമർപ്പിച്ചിട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലൂടെ ഇന്ന് നമ്മൾ പ്രധാനമായി സഞ്ചരിച്ച് അതിന്റെ സാധ്യതകളെ കുറിച്ചുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പദ്ധതിയുടെ ഭാഗമായി ഹരിത പാർക്ക്, മൺപാത്ര നിർമ്മാണശാല, പ്രതിമാ നിർമ്മാണശാല, കൈത്തറി പുനരുദ്ധാരണം തുടങ്ങിയവ നിലവിൽ വരും. പൈതൃക പാത സംബന്ധിച്ച് വിനോദസഞ്ചാര വകുപ്പ് വൈകാതെ റിപ്പോർട്ട് സമർപ്പിക്കും. അമൃത ന്യൂസ്, കാസർഗോഡ്. നൈജീരിയയിൽ ISIS ഭീകര കേന്ദ്രങ്ങളിൽ US വ്യോമാക്രമണം നടത്തി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ആക്രമണം നടത്തിയ വിവരം അറിയിച്ചത്. മേഖലയിലെ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ലക്ഷ്യമിട്ട് ഭീകരർ നടത്തുന്ന ക്രൂരമായ കൊലപാതകങ്ങൾക്ക് മറുപടിയാണ് ഈ നടപടിയെന്ന് ട്രംപ് വ്യക്തമാക്കി. ഓപ്പറേഷൻ പെർഫെക്റ്റ് സ്ട്രൈക്ക് എന്നാണ് ട്രംപ് ഇതിനെ വിശേഷിപ്പിച്ചത്. ക്രിസ്ത്യാനികളെ കശാപ്പ് ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്ന് താൻ നേരത്തെ ഭീകരർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തന്റെ നേതൃത്വത്തിൽ രാജ്യം തീവ്രവാദത്തെ വളരാൻ അനുവദിക്കില്ല എന്നും അമേരിക്കൻ സേനയുടെ കരുത്ത് തെളിയിക്കുന്നതാണ് ഈ നീക്കമെന്നും ട്രംപ് പറഞ്ഞു. ട്രംപിന് കീഴിൽ US സേന നൈജീരിയയിൽ നടത്തുന്ന ആദ്യത്തെ ആക്രമണമാണ് ഇത്. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ K. ദിലീപ് ചേരുകയാണ്. ദിലീപ്, എന്തായിരിക്കും ഇന്നത്തെ വിപണിയിലും ഓഹരിയിലുമൊക്കെ ഉണ്ടാകാൻ പോകുന്ന മാറ്റം? ഏതൊക്കെ മേഖലകളിലായിരിക്കും ഇന്ന് വ്യത്യാസമുണ്ടാവുക? കഴിഞ്ഞ ദിവസത്തിൽ നിന്നും മാറ്റമില്ലാതെയായിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുക. കുറച്ചു നാളുകളായി വിപണിയിൽ ഉണ്ടായിട്ട് നിക്ഷേപ താല്പര്യത്തിന് ശേഷം ബുധനാഴ്ച നേരിയ നഷ്ടത്തിൽ വ്യാപാരം അവസാനിച്ചിരുന്നു. എന്നാൽ രണ്ടാമത് ചെറുകിട ഓഹരികളിൽ ഒരു നിക്ഷേപ താല്പര്യം പ്രകടവുമായിരുന്നു. പ്രത്യേകിച്ചും ചില ഓഹരികളിൽ ചിലത് വളരെ വലിയ തോതിൽ ഒരു വിൽപ്പനയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം ഒരു തിരിച്ചുവരവ് അത്തരം ഓഹരികളിൽ പ്രകടമായിരുന്നു. വരും ദിവസങ്ങളിലും വിപണിയിൽ നിക്ഷേപ താല്പര്യം തുടർന്നേക്കും എന്നുള്ളതിന് സൂചന ഇത് നൽകുന്നുമുണ്ട്. സാധാരണഗതിയിൽ വിപണിയിൽ ഒരു നിക്ഷേപ താല്പര്യം ഉണ്ടായി വിപണി ഉയർന്നു കഴിഞ്ഞാൽ ഒരു ക്രമപ്പെടൽ സംഭവിക്കാറുണ്ട്. അതാണ് കഴിഞ്ഞ ദിവസം വിപണിയിൽ
ഉണ്ടായതും. ഈ രീതിയിൽ വിപണി ഈ ഒരു നിലവാരത്തിൽ ഒന്ന് ക്രമപ്പെട്ടതിന് ശേഷം മാത്രമേ മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യതയുള്ളൂ. പലപ്പോഴും ചെറുകിട നിക്ഷേപകർ ഈ ഒരു നിലവാരത്തിൽ ലാഭമെടുക്കുക എന്നൊരു പതിവുമുണ്ട്. അതും നടന്നേക്കും. എങ്കിലും 26,100 എന്നുള്ള നിലവാരത്തിന് മുകളിൽ നിലനിന്ന് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇനി മുന്നോട്ട് നീങ്ങും എന്നുള്ള പ്രതീക്ഷയുള്ളൂ. അടിസ്ഥാന നിലവാരമായി 25,800 എന്ന നിലവാരമായിരിക്കും പ്രവർത്തിക്കുക. എന്തായാലും വരും ദിവസങ്ങളിലും നേരിയ തോതിലെങ്കിലും കയറ്റിറക്കങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കണം. അപ്പോഴും വിപണി മുന്നോട്ട് നീങ്ങും എന്നുള്ള പ്രതീക്ഷ നൽകുന്നതിന്റെ അടിസ്ഥാനം ഇന്ത്യ വിക്സ് സൂചിക, വിപണിയിലെ ഏറ്റക്കുറച്ചിലുകൾ സൂചിപ്പിക്കുന്ന ഇന്ത്യ വിക്സ് സൂചിക ഏറ്റവും കുറഞ്ഞ നിലവാരത്തിൽ തുടരുന്നു എന്ന് തന്നെയാണ്. ഇത് വിപണിക്ക് മുന്നോട്ട് നൽകുമെന്നുള്ളതിന്റെ പ്രതീക്ഷ നൽകുന്നുമുണ്ട്. എന്തായാലും ഇന്ന് ആഴ്ചയിലെ അവസാന വ്യാപാര ദിവസമാണ്. അതിന്റെ ഒരു ഏറ്റക്കുറച്ചിൽ വിപണിയിൽ ഉണ്ടാവും. കഴിഞ്ഞ ദിവസത്തിൽ നിന്നും മാറ്റമില്ലാതെയായിരിക്കും വ്യാപാരം തുടങ്ങുക. ഇന്ത്യ ശ്രീലങ്ക T20 വനിതാ ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരത്തിന് ഇന്ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം സാക്ഷ്യം വഹിക്കും. തലസ്ഥാനത്ത് നടക്കുന്ന ആദ്യ രാജ്യാന്തര വനിതാ ക്രിക്കറ്റ് മത്സരത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. പുതിയ പിച്ചിൽ പ്രതീക്ഷയർപ്പിച്ചാണ് ഇരു ടീമുകളും മത്സരത്തിന് ഇന്ന് ഇറങ്ങുന്നത്. പരമ്പരയിലെ ആദ്യ 2 മത്സരങ്ങൾ വിജയിച്ച ആത്മവിശ്വാസത്തോടെയാണ് ടീം ഇന്ത്യ തിരുവനന്തപുരത്ത് മത്സരത്തിനിറങ്ങുന്നത്. ശ്രീലങ്കയാവട്ടെ കൂടുതൽ യുവതാരങ്ങളെ ടീമിലെത്തിച്ച പുതിയ പിച്ചിൽ പ്രതീക്ഷയർപ്പിച്ചുമാണ് മത്സരത്തെ നേരിടുക. വിശാഖപട്ടണത്ത് നടന്ന ആദ്യ 2 മത്സരങ്ങളിലും മിന്നും വിജയമാണ് ഹർമൻപ്രീത് കൗറും സംഘവും നേടിയത്. ശക്തമായ ബാറ്റിംഗ് നിര ഇത്തവണ കൂടുതൽ സ്കോർ ഉയർത്തുമെന്നാണ് ടീം ഇന്ത്യയുടെ പ്രതീക്ഷ. ബാറ്റിംഗ് നിരയിലെ വെടിക്കെട്ട് പ്രകടനം കാഴ്ചവെക്കുന്ന വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാന, ജമീന റോഡ്രിഗസ്, ഷഹാലി വർമ്മ, റിച്ചാർഡ് ഘോഷ് തുടങ്ങിയവരിലാണ് ഇന്ത്യയുടെ പ്രതീക്ഷ. മറുഭാഗത്താകട്ടെ ശക്തമായ ബാറ്റിംഗ് നിര ഉണ്ടെങ്കിലും പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്തതാണ് ശ്രീലങ്കൻ ടീമിന്റെ പ്രശ്നം. എന്നാൽ ഇത്തവണ തിരുവനന്തപുരത്തെ പിച്ചിൽ കരുത്തോടെ തിരിച്ചുവരാനാണ് ശ്രീലങ്കയുടെ നീക്കം. തിരുവനന്തപുരത്തെത്തിയ ഇരു ടീമുകളും കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ പരിശീലനത്തിനും ഇറങ്ങി. ടോസ് നേടിയാൽ ആദ്യം ബാറ്റ് ചെയ്യുന്നത് ആലോചിക്കുമെന്ന് ഇന്ത്യൻ ടീം പരിശീലകൻ അമൂൽ മജുംദാർ പറഞ്ഞു. ടീമിൽ അടിമുടി മാറ്റങ്ങളോടെയാവും ശ്രീലങ്കൻ ടീം 3ാം മത്സരത്തിനിറങ്ങുക. ബാറ്റിംഗ് നിരയിലും ബോളിംഗ് നിരയിലും അഴിച്ചുപണി ടീം നടത്തുകയാണ്. പവർ പ്ലേയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പുതിയ യുവതാരങ്ങളെ കളത്തിൽ ഇറക്കാനാണ് ശ്രീലങ്കൻ ടീമിന്റെ ലക്ഷ്യമെന്നും ശ്രീലങ്കൻ ക്യാപ്റ്റൻ ചമാരി അട്ടുപട്ടു പറഞ്ഞു. I think 5-6 new faces in my team now. So these opportunities are really important for the youngsters. So still I trust my youngsters and we have good seniors. I think 5-6 seniors rest in Sri Lanka. നാളെ വൈകിട്ട് 7 മണിയോടെ മത്സരം ആരംഭിക്കും. നാളെ നടക്കുന്ന മത്സരത്തിൽ വിജയം നേടിയാൽ പരമ്പര ഇന്ത്യക്ക് സ്വന്തമാക്കാം. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ജീവിതത്തിലെ ഇല്ലായ്മകളോട് പോരാടുന്നവരാണ് യഥാർത്ഥ വിജയികൾ. കാരണം അവർക്ക് ജീവിതം ടേക്കൻ ഫോർ ഗ്രാൻഡഡ് അല്ല, പടവെട്ടി നേടുന്ന വിജയമാണ് അവരുടേത്. 100% മാറ്റുള്ള വിജയം. അങ്ങനെ ഒരു പോരാളിയെ നമുക്ക് പരിചയപ്പെടാം. ലോകത്തിലെ കയ്യും കാലുമില്ലാത്ത ഏക വില്ലാളി പായൽ നാഗ്, ഒഡീഷക്കാരി, 17 വയസ്സുകാരി. 5ാം വയസ്സിൽ വൈദ്യുതാഘാതമേറ്റ് അവളുടെ കൈകാലുകൾ നഷ്ടപ്പെട്ടു. വീടിന്റെ മേൽക്കൂരയ്ക്ക് മുകളിലൂടെ കടന്നുപോകുന്ന 10,000 വോൾട്ട് വൈദ്യുതി ലൈനിൽ നിന്ന് അബദ്ധത്തിൽ വൈദ്യുതാഘാതം ഏൽക്കുകയായിരുന്നു. അതോടുകൂടി ജീവിതം നഷ്ടമായെന്ന് അവളുടെ മാതാപിതാക്കൾ വിലപിച്ചില്ല. അവളുടെ വായ കൈകാലുകൾക്ക് പകരമായി. കൈകാലുകൾ ഉപയോഗിച്ച് ചെയ്യാവുന്നതിന്റെ പരമാവധി വായ ഉപയോഗിച്ച് അവൾ ചെയ്യാൻ തുടങ്ങി. മനസ്സിലെ വർണ്ണചിത്രങ്ങൾ ക്യാൻവാസിലേക്ക് പകർത്തി നൃത്തം ചെയ്തു. പക്ഷേ ദരിദ്രരായ മാതാപിതാക്കൾക്ക് അവളെ ആ അവസ്ഥയിൽ പരിപാലിക്കുക ബുദ്ധിമുട്ടായി തീർന്നു. പിന്നീട് ജില്ലാ കളക്ടറുടെ സഹായത്തോടെ 2019 പായലിനെ ബാലങ്കീറിലെ ബാലനികേതനിൽ എത്തിച്ചു. അതിനിടെ പായൽ വായ കൊണ്ട് വരച്ച ചിത്രങ്ങൾ ആരോ ഒരു ദിവസം എക്സിൽ പോസ്റ്റ് ചെയ്തു. അത് വൈറലായി. മുൻ സൈനികനും അമ്പെയ്ത്ത് വിദഗ്ധനും പരിശീലകനുമായ കുൽദീപ് വേദ്വാൻ 2022 അപ്രതീക്ഷിതമായാണ് ഈ ചിത്രം കാണുന്നത്. അത് അവളുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി മാറി. പായലിന് അസാധാരണമായിട്ടുള്ള കഴിവുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ കുൽദീപിന് മനസ്സിലായി.
അവളുടെ ആത്മവിശ്വാസമാണ് അദ്ദേഹത്തെ ഏറെ ആകർഷിച്ചത്. അദ്ദേഹം അവളെ ജമ്മു കാശ്മീരിലെ കത്രയിലുള്ള തന്റെ ആർച്ചറി അക്കാദമിയിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ അവിടുത്തെ കാഴ്ച അവളുടെ ആത്മവിശ്വാസം മൊത്തം തകർക്കാൻ പോകുന്നതായിരുന്നു. പൂർണ്ണ ആരോഗ്യവാന്മാരായ കുട്ടികൾ. അവർ അനായാസമായി അമ്പെയ്ത്ത് കൈകാര്യം ചെയ്യുന്നു. കൈകാലുകളില്ലാത്ത താൻ ഇവർക്കിടയിൽ എന്ത് ചെയ്യുമെന്ന് ആകെ കൺഫ്യൂഷനിലായി പോയി അവൾ. പക്ഷേ കുൽദീപ് അവൾക്ക് ആത്മവിശ്വാസം പകർന്നു. അദ്ദേഹം അവൾക്കായി ഒരു ഉപകരണം ഉണ്ടാക്കി. കൃത്രിമ കാലിൽ ഘടിപ്പിക്കാവുന്ന ഒരു ഉപകരണം. അതുപയോഗിച്ച് പിന്നീട് അങ്ങോട്ട് കഠിന പരിശീലനത്തിന്റെ നാളുകൾ. ആത്മവിശ്വാസം വീണ്ടെടുത്തു. കൂടെ താങ്ങും തണലുമായി മൂത്ത സഹോദരി വർഷയുമുണ്ടായിരുന്നു. അക്കാദമി ഹോസ്റ്റലിൽ അവളോടൊപ്പം സഹോദരി താമസിച്ചു. കുളിപ്പിക്കുന്നത് മുതൽ ഭക്ഷണം നൽകുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. പക്ഷേ വെല്ലുവിളികൾ അവിടെ അവസാനിച്ചില്ല. അവളുടെ മുന്നിൽ ഒരു വലിയ തടസ്സമായി ചില നിയമങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നു. 2 കാലുകൊണ്ടും അമ്പെയ്യരുതെന്ന ഒരു നിയമം. കുൽദീപ് പിന്മാറാൻ തയ്യാറായില്ല. ഒരു കാലുകൊണ്ട് മാത്രം ഉപയോഗിക്കാവുന്ന മറ്റൊരു ഉപകരണം അദ്ദേഹം ഉണ്ടാക്കി. വലത് കാൽ കൊണ്ട് വില്ലുയർത്തി വലത് തോളിൽ വെച്ച് വായ കൊണ്ട് അമ്പ് തൊടുക്കാവുന്ന ഒരു ഉപകരണം. അങ്ങനെ കഠിന പ്രയത്നത്തിന് ഫലമുണ്ടായി. ഈ വർഷം ആദ്യം ജയ്പൂരിൽ നടന്ന പാരാ ആർച്ചറി നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പാരാലിമ്പിക്സ് ചാമ്പ്യനായ ശീതൽ ദേവിയെ പരാജയപ്പെടുത്തി സ്വർണം നേടി പായൽ ചരിത്രം സൃഷ്ടിച്ചു. അവളുടെ ആദ്യ ദേശീയ കിരീടം, അതും തന്റെ ആരാധനാപാത്രമായ താരത്തെ തോൽപ്പിച്ചുകൊണ്ട്. അവളുടെ ആത്യന്തികമായ ലക്ഷ്യം 2026 ടോക്കിയോ പാരാ ഏഷ്യൻ ഗെയിംസും 2028 പാരാലിമ്പിക്സുമാണ്. ആത്മവിശ്വാസവും കഠിനാധ്വാനവും അതുണ്ടെങ്കിൽ എല്ലാം സാധ്യമാണ്. തന്റെ ജൈത്രയാത്രയെക്കുറിച്ച് പായലിന് പറയാനുള്ളത് ഇത്ര മാത്രമാണ്. ഒപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന വീട്ടുകാരും പരിശീലകൻ കുൽദീപും. क्या कर सकती है ऐसे बोल के बोल रहे थे मम्मी पापा को, तो मम्मी पापा बहुत रोने लगते थे. कोई बोले भी थी कि ये बच्ची को मार दे करके. फिर मम्मी पापा ना എഡ്മണ്ട് ഹിലാരിയുടെ വാക്കുകൾ കടമെടുത്താൽ നമ്മൾ കീഴടക്കേണ്ടത് പർവ്വതങ്ങളെയല്ല, നമ്മളെ തന്നെയാണ്. ആത്മവിശ്വാസത്തിനപ്പുറം മറ്റൊന്നുമില്ല. എല്ലാ തടസ്സങ്ങളും ആ മഹാമേരുവിന് മുന്നിൽ കീഴടങ്ങും. പരിശ്രമം ചെയ്യിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവർ നാം എന്ന് മലയാളികളെ ഉദ്ബോധിപ്പിച്ചത് കവി KC കേശവപിള്ളയാണ്. വിജയ കൊടുമുടിയിലേക്കെത്താൻ പായലിനാകട്ടെ. ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയരട്ടെ. ജഗദീശ്വരനോട് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. അതാണ് ജീവിതത്തിലെ പോരായ്മകളോട് പോരാടുന്നവരാണ് യഥാർത്ഥ വിജയികൾ. എന്തായാലും ഗുഡ് മോർണിംഗ് കേരള ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.